പ്രൈസ് ദി ലോർഡ്. സൃഷ്ടി സൃഷ്ടാവിനെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടി പലപ്പോഴും തൻ്റെ ഉടയവനെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നു. മനുഷ്യനായാലും മറ്റ് ജീവജാലങ്ങളായാലും പ്രകൃതിയായാലും പ്രകൃതിയിലെ ഒരു അണു ആയാലും സകലത്തിൻ്റെ പിന്നിലും ഒരു മഹത്തരമായ ഒരു സങ്കല്പം, മഹത്തരമായ ഒരു കൈ, ദൈവത്തിൻ്റെ കരം ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ സൃഷ്ടിയെപ്പറ്റി അതിമഹത്തായ ആഴത്തിലുള്ള ആശയങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് 1-ാമത്തെ വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1-2 അധ്യായങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് രണ്ടും ഉദ്ധരിച്ചത് അല്ലെങ്കിൽ ഉരുവായത് 2 സങ്കല്പങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ 2 കാലഘട്ടങ്ങളിലെ 2 പാരമ്പര്യങ്ങളിൽ നിന്നാണ്. അതിൽ 1-ാമത്തെ പാരമ്പര്യം 1-ാം അധ്യായം ഉരുത്തിരിഞ്ഞത് പൗരോഹിത്യ പാരമ്പര്യത്തിൽ നിന്നും, 2-ാം അധ്യായം ഉരുത്തിരിഞ്ഞത് യഹോവ പാരമ്പര്യത്തിൽ നിന്നുമാണ്. ഇതിൻ്റെ പ്രധാന ആശയം എന്നുള്ളത് തന്നെ ഇത് എഴുതപ്പെട്ട കാലഘട്ടം ഏത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്. ഒരു കാര്യം ഞാൻ മുന്നോട്ട് വയ്ക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ ആശയം ഉരുത്തിരിഞ്ഞത് 6-ാം നൂറ്റാണ്ടിലാണ്, അതായത് 6th സെഞ്ച്വറിയിലാണ്. അതായത് പ്രവാസ കാലഘട്ടങ്ങളിൽ, പ്രവാസകാലത്തിലെ ബാബിലോണിയ സങ്കല്പത്തിൽ, അതിൽ ഇസ്രായേലിന് പട്ടണം, ആലയം, തങ്ങളുടെ വ്യക്തിമുദ്ര ഒക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രവാസത്തിൽ ബാബിലോണിയ ദേവനായ മർദോക്കിനേക്കാളും ഇഷ്ടാഖിനേക്കാളും ഒക്കെ ശക്തനായ ഒരു ദൈവം, ഒരു സൃഷ്ടാവ് നമുക്കുണ്ടെന്നുള്ള ഉദ്ധരണിയാണ് 1-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ശക്തമായ ദൈവശാസ്ത്രമായി നാം മനസ്സിലാക്കേണ്ടത്. അതിൽ 7 ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ നാമകരണം എലോഹീം എന്നാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഭാഗത്ത് എബ്രായ നാമം കൊടുത്തിരിക്കുന്നത് യഹോവ എന്നാണ്. അതിൽ മലയാളം ബൈബിളിൽ നാം വായിക്കുന്നത് 1-ാമത്തേതിൽ ദൈവം എന്നാണ്. ദൈവം എന്ന് പറയുന്നത് എലോഹീം എന്നാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവ്, യഹോവയായ കർത്താവ്, ലോർഡ്, അഡോണായി എന്നാണ്. അഡോണായി എന്നതിൻ്റെ വ്യാകരണമാണ് യഹോവ എന്നതിൽ പരിണമിക്കുന്നത്. അല്ലെങ്കിൽ യഹോവ എന്ന ഉച്ചാരണത്തിന് എബ്രായ ഭാഷയിൽ ഒരു മുന്നോട്ട് വയ്ക്കുന്ന വ്യാകരണ ഇല്ല, അല്ലെങ്കിൽ വവ്വലുകളില്ല. അതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത് അഡോണായി എന്ന് പറയുന്ന വ്യാകരണത്തിലാണ്, അല്ലെങ്കിൽ കർത്താവിലാണ്. കർത്താവാണ് എല്ലാത്തിൻ്റെയും ഉടയവനെന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇങ്ങനെ 2 കാലഘട്ടങ്ങളിൽ, 2 പാരമ്പര്യങ്ങളിൽ, 2 ചിന്താധാരകളിൽ നിന്ന് മുന്നോട്ട് വന്നതാണ് സൃഷ്ടിയുടെ ദൈവികമായ സന്ദേശം, അല്ലെങ്കിൽ ബിബ്ലിക്കൽ ടെക്സ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിലും വ്യത്യാസമുണ്ട്. ദൈവം സകല സൃഷ്ടിയെയും തൻ്റെ നാവ് കൊണ്ട്, തൻ്റെ ഉദ്ധാരണം കൊണ്ട് അമർ യഹോവ അല്ലെങ്കിൽ അമർ എലോഹീം പറഞ്ഞു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ദാബർ എന്നല്ല. ദാബർ എന്ന് പറയുമ്പോൾ വചനമെന്നാണ്, അവിടെ പറഞ്ഞിരിക്കുന്നത് അമർ എന്നാണ്. അപ്പോൾ ആ ഭാഗം തന്നെ മാറുകയാണ്. അപ്പോൾ ദൈവം കമാൻഡ് ചെയ്തു, ഉണ്ടായി. പക്ഷേ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യഹോവ മനുഷ്യനിലേക്ക് ഇറങ്ങി വരികയാണ്. മനുഷ്യനിൽ ദൈവവും തമ്മിൽ ഉള്ള കൂട്ടായ്മ ഏദൻ പൂങ്കാവനത്തിൽ വെളിപ്പെടുന്നു. എത്ര സൗന്ദര്യമുള്ള, എത്ര ആഴത്തിലുള്ള സന്ദേശമാണ് അവിടെ. മനുഷ്യൻ്റെ സൃഷ്ടി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് യഹോവ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനും മനുഷ്യനുമായി ഇടചേരുന്നവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് യഹോവ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദമ, അല്ലെങ്കിൽ ഭൂമി, നിലം എന്നതിൽ നിന്ന് ഉണ്ടായവൻ ആദം, അദമയിൽ നിന്ന് വന്നവൻ, മണ്ണിൽ നിന്ന് വന്നവൻ മനുഷ്യൻ, മർത്യൻ എന്നായി ആകുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും പ്രകൃതിയും സകല ചരാചരങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു സാദൃശ്യമാണ്, ഒരു അലങ്കാരികമായ സാദൃശ്യവും ഒരു ശക്തമായ ഒരു സന്ദേശവുമാണ് ഏദൻ പൂങ്കാവനം, ഏദൻ പർദീസ എന്നൊക്കെ നാം പ്രയോഗിക്കുന്ന പദം, അല്ലെങ്കിൽ ശക്തമായ ദൈവജനത്തിൻ്റെ സന്ദേശം. ഇതിൽ 1-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചതുപോലെ എലോഹീമിനെ പറ്റി പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ബെരേഷിത് ബാര എലോഹീം, ആദിയിൽ ദൈവം സൃഷ്ടിക്കുന്നു, സകല ചരാചരങ്ങളെയും ഉരുവാക്കുന്നു. അതിൽ സകല ചരാചരങ്ങളെയും ഉരുവാക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസം ദൈവം ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ചുറ്റുമുള്ള സംവിധാനങ്ങളെ സൃഷ്ടിച്ച് ബാക്കി 3 ദിവസം ദൈവം അതിനുവേണ്ടി അവൻ ആളുകളെ അതിലേക്ക് ആക്കുന്നു. ദൈവം എത്രത്തോളം ശക്തനാണെന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കമാൻഡിങ് പവർ എത്രത്തോളമാണ്. ശബത്ത് എന്നതിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ്.
ശബത്തിന് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എടുക്കുന്ന റെസ്റ്റ് അല്ല. അതിനപ്പുറമായി ദൈവം എല്ലാത്തിനെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ദൈവം നല്ലതെന്ന് കണ്ട് ദൈവം എല്ലാത്തിനെയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഓർഡർ, അതിനെയാണ് പ്രീസ്റ്റ്ലി പൗരോഹിത്യ ഓർഡർ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ ഒരു അതിമഹത്തായ സൗന്ദര്യം. അവിടെ സൃഷ്ടിയുടെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. ചിലർ പറയുന്ന ഉദാഹരണം ഇങ്ങനെയാണ്: ഇൻ ദി ബിഗിനിങ് ടൈം, ഹെവൻസ്, ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അല്ലെങ്കിൽ ബിഗിനിങ്, ടൈം, സ്പേസ്, മാറ്റർ, ഇത് മൂന്നും റിലേറ്റഡ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കെവോട്ടിക് ആണ്. കെവോട്ടിക് വേൾഡിനെ ഓർഡറിലേക്ക്, ക്രിയേഷൻ വാസ് ടു ബ്രിങ് ദി കെവോട്ടിക് വേൾഡ് ടു ഓർഡർ. അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിലല്ലാത്ത പല രീതിയിൽ ഒരു ഓർഡർലെസ്സായി കിടന്ന ഒരു യൂണിവേഴ്സിനെ ഒരു ഓർഡറിലേക്ക്, ഒരു ഓർഗനൈസ് ചെയ്തൊരു ഓർഡറിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൃഷ്ടാവിൻ്റെ ദൗത്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആദം എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ ആദം ഒരു വ്യക്തിയാണ്. ഹ്യൂമൻ കൈൻഡ്, സകല ചരാചരത്തിനും അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ഓവറാളായിട്ട് വിളിക്കുന്ന പേരാണ് മർത്യൻ എന്ന് വിളിക്കുന്നത് പോലെ. പക്ഷേ രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ മനുഷ്യൻ, ആദം പുരുഷനാകുന്നു. ആദമിൻ്റെ പങ്കാളിയായി ഹയ അല്ലെങ്കിൽ ഹൗവ. ഹയ എന്ന് പറയുമ്പോൾ ജീവൻ, പുരുഷനും ജീവനും, പുരുഷനും പ്രകൃതിയുമെന്ന് നമ്മൾ തത്വചിന്തകളിലൂടെ പറയുന്നത് പോലെ മനുഷ്യന് ഒരു കൂട്ടാളിയാകുവാൻ വേണ്ടി, ഒരു പങ്കാളിയാകുവാനായി ദൈവം ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്നു. ഇതിലും ഒരു സന്ദേശമുണ്ട്. ദൈവം ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദമിൽ നിന്നും, അവൻ്റെ തലയിൽ നിന്നല്ല, അവൻ്റെ പാദങ്ങളിൽ നിന്നല്ല, അവൻ്റെ മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളിൽ നിന്നല്ല അവൻ ഇണയെ തിരഞ്ഞെടുത്തത് അവൻ്റെ വാരിയിൽ നിന്നാണ്, അവൻ്റെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കാനാണ്. ആ ഒരു പദം അവിടെ നോക്കുക. റിബ് എന്ന് പറയുമ്പോൾ സൈഡാണ്, മനുഷ്യൻ്റെ അതേ ഭാഗം അല്ലെങ്കിൽ ഈക്വൽ സൈഡിൽ നിന്ന് അവൻ്റെ ഒപ്പം നിൽക്കാൻ, അവൻ്റെ തലയിൽ നിൽക്കാനല്ല, അവൻ്റെ കീഴെ അവൻ അടിമയാകാനല്ല, അവനോടൊപ്പം നിലകൊള്ളാൻ വേണ്ടിയിട്ട്. ആ സന്ദേശം എത്രത്തോളം അതിമഹത്തരമാണ്. ഏദൻ പൂങ്കാവനവും അപ്രകാരം തന്നെയാണ്. ദൈവവും മനുഷ്യനും പ്രകൃതിയും എല്ലാം കൂട്ടായ്മയിലേക്ക് വരുന്ന അതിമഹത്തരമായ അതിശക്തമായ സൗന്ദര്യത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ്. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ ആവിഷ്കാരവും. അതായത് മനുഷ്യൻ ദൈവത്തിലേക്ക് ഇറങ്ങി വരുന്നു. മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ടു ഹ്യൂമാനിറ്റി. അവൻ മനുഷ്യനായിരുന്നപ്പോൾ തന്നെ ദൈവവുമായി മാറി. ഇങ്ങനെ ഇൻ്റർസെക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി അത് തന്നെയാണ് അവിടെ നടന്നത്. ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യനായി ലോകത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് ഈ പ്രകൃതിപരമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തോട്ടം കാപ്പാനും പരിപാലിപ്പാനും തോട്ടത്തെ സംരക്ഷിക്കാനൊക്കെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുക, പരിപാലിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ഒരു ആരാധനയാണ്. ആ ആരാധന നമുക്ക് ഉണ്ടായിരിക്കണം. പ്രകൃതിയെ മറന്നു പോകരുത്. കാരണം നാം ജീവിക്കുന്ന ഈ ലോകവും നമുക്ക് പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റൊരു ലോകത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ തന്നെയും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ ലോകത്തെ നമുക്ക് ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. നമ്മുടെ ആരാധനയിൽ പ്രകൃതി എന്ന സന്ദേശത്തോടൊപ്പം തന്നെ ദൈവവും മനുഷ്യനും പ്രകൃതിയും സ്ത്രീയും എല്ലാം കൂടി ലയിക്കുന്ന ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസാണ്, ഒരു ഹാബിറ്റാറ്റാണ് ദൈവത്തിൻ്റെ പാരഡൈസ് എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്വർഗമെന്നത്. സ്വർഗം ഒരിക്കലും ഒരു പക്ഷേ നാം ചിന്തിക്കുന്ന മറ്റൊരു ഡിമെൻഷനാലിറ്റിക്കപ്പുറമായി ദർ ഈസ് എ തേർഡ് ഡിമെൻഷൻ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, ഭൂമിയും സ്വർഗവും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർ ഡയമെൻഷനാണ്. ഒരു സേക്രഡ് എക്കോളജിക്കൽ തലമായിട്ട് നമുക്കതിനെ കാണുകയും നമുക്കതിനെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ സന്ദേശത്തോട് ഞാൻ നിങ്ങളോട് അഭിവാദ്യം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.